മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ചിക്കൻ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 1 കളറിലെ ക്യാപ്സിക്കം ഉള്ളെങ്കിൽ അതെടുത്താലും മതി. സവോള പെറ്റൽസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എടുക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ പൈനാപ്പിൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. സവോള നമ്മൾ കട്ട് ചെയ്തതുപോലെ. ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഹാഫ് എടുക്കുന്നുള്ളൂ കേട്ടോ, മുഴുവനായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ 3 കളർ ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാത്രം എടുക്കാം. വലിയ പാത്രത്തിലേക്ക് ഞാൻ ആദ്യം തൈരാണ് എടുക്കുന്നത്, പുളിയില്ലാത്ത തൈര് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിക്കൻ ടിക്ക മാരിനേറ്റ് ചെയ്യുന്നത് ഞാനല്ല, രാജീവേട്ടനാണ്. എനിക്ക് പൈനാപ്പിൾ അലർജിയാണ്, അതുകൊണ്ട് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നില്ല. ഞാൻ മാരിനേഷനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ടിക്ക മസാല റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ ടിക്ക മസാല ഉണ്ടാക്കുന്ന റെസിപ്പി 2-3 പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ടിക്ക മസാലയുടെ റെസിപ്പി ഒന്നും പറയുന്നില്ല. ടിക്ക മസാല ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ടിക്ക മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡിമെയ്ഡ് ടിക്ക മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം, പൈനാപ്പിൾ, സവോള, ചിക്കൻ, പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയല്ല, ഒരു കളറിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു. കുറച്ച് വലിയൊരു പാത്രം എടുക്കണം, അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ പീസുകളിലേക്കും നമ്മുടെ മസാലയും തൈരും എല്ലാം വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൈനാപ്പിളിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചു വരും. ചിക്കൻ്റെ ജ്യൂസൊക്കെ ആ പൈനാപ്പിളിലേക്ക് പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ പൈനാപ്പിളും സവോളയും ക്യാപ്സിക്കവും എല്ലാം ഒരുമിച്ച് ചിക്കൻ്റെ കൂടെ തന്നെ മാരിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ടിക്ക ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ പൈനാപ്പിൾ പീസിലേക്ക് ആ ചിക്കൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ചിക്കനിലേക്ക് പിടിക്കുമ്പോൾ ചെറിയൊരു മധുരവും എല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാം. 24 മണിക്കൂർ വയ്ക്കണമെങ്കിൽ 24 മണിക്കൂർ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നാളെ നമുക്ക് ചിക്കൻ ടിക്ക റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പൈനാപ്പിളും സവോളയും അതുപോലെ ക്യാപ്സിക്കവും എല്ലാം നമ്മുടെ സ്ക്യൂവറിലേക്ക് എടുക്കാൻ പോവാണ്. ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്ക്യൂവറിലേക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിക്സ് ചെയ്ത് തന്നത് രാജീവേട്ടനാണെങ്കിൽ ഇന്നിപ്പോൾ സ്ക്യൂവറിലേക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്യണത് കിച്ചൂസാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പൈനാപ്പിൾ എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ ഇതിലൊന്നും തൊടില്ല, സംസാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തെടുക്കുക. നിങ്ങൾ ഗ്രില്ലിലാണ് ചെയ്യുന്നതെങ്കിൽ, സാധാരണ ട്രഡീഷണൽ ഗ്രില്ലല്ലേ, നമ്മുടെ ഓവൻ്റെ ഗ്രില്ലിലാണെങ്കിൽ കുഴപ്പമില്ല, സ്ക്യൂറൊന്നും നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ട്രഡീഷണൽ ആയിട്ട് ഗ്രില്ലിൽ ചാർക്കോൾ ഗ്രില്ലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മുടെ സ്ക്യൂവേഴ്സ് വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ആദ്യം ക്യാപ്സിക്കം വേണോ സവോള വേണോ എങ്ങനെ വേണം എന്നുള്ളതനുസരിച്ച്, അതെ, അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച്. ആദ്യം ചിക്കൻ വെക്കരുത്, അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ സ്ക്യൂവറിലേക്ക് വെക്കുക. അപ്പോൾ ഇത് കിച്ചൂസ് ഒന്ന് സ്ക്യൂവറിലേക്ക് ആക്കി വെക്കട്ടെ. അപ്പോൾ പൈനാപ്പിളിലേക്ക് നന്നായിട്ട് ചിക്കൻ്റെ ഫ്ലേവറും ചിക്കനിലേക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവറും ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഏതാണ്, പൈനാപ്പിൾ ഏതാണ്, ചിക്കൻ ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ എല്ലാം റെഡ് കളറിലാണ് കാണാൻ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ സ്ക്യൂർ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര അല്ല കേട്ടോ, ഇതിലും കൂടുതലുണ്ട് സ്ക്യൂർ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ്. ആവശ്യമുള്ളപ്പോഴേ എടുത്ത് ഗ്രില്ല് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഒരു പാനിലേക്ക് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ പാനിൻ്റെ അടിയിലുണ്ടായിരുന്ന ആ ബൗളിൻ്റെ അടിയിലുണ്ടായിരുന്ന ജ്യൂസ് ഉണ്ടല്ലോ, ചിക്കനിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളിൽ നിന്നും ബാക്കിയുള്ള വെജിറ്റബിൾസിൽ നിന്നും എല്ലാം ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു
ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ജ്യൂസും കൂടി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് പാനിലേക്ക് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ക്യൂവർ കറക്റ്റായിട്ട് ഇരിക്കില്ല, അതുകൊണ്ടാണ് പരന്ന പാൻ എടുക്കാമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബൗളിൽ ബട്ടർ എടുത്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ജ്യൂസും എടുത്ത് വയ്ക്കുക. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്ക് ബട്ടറും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാരിനേറ്റും ഇടയ്ക്ക് ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന് വേറെ ബ്രഷ് വേണം. അപ്പം ഇതുപോലെ നമ്മൾ കൂടുതൽ സമയം മാരിനേറ്റ് വയ്ക്കുന്നതോറും നമ്മുടെ ചിക്കൻ നല്ല ടെൻഡറായിട്ട് വരും കേട്ടോ. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഓരോ സൈഡും നമുക്ക് തിരിച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ച് വയ്ക്കാം. ഇത് എൻ്റെ പാൻ അധികം തിക്നെസ് ഇല്ലാത്ത പാനാണ്, അതുകൊണ്ട് വേഗം തന്നെ കുക്കായി വരും. വേഗം തിരിച്ച് വയ്ക്കണം. നിങ്ങൾ കട്ടിയുള്ള പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ കട്ടി കുറഞ്ഞ പാനായതുകൊണ്ട് വേഗം ഞങ്ങൾ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ ചിക്കൻ ടിക്ക കുക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടി കുക്കാവാനുണ്ട്. അപ്പോൾ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.